മുതുമലൈ ടൈഗർ റിസർവ്. കബനിയുടെയും ബന്ദിപ്പൂരിന്റെയും പോലെ ഒരു ഗ്ലാമർ ഒന്നും പുറത്ത് കാണില്ലെങ്കിലും മുതുമലയിൽ വന്ന് ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഐഡിയ ഒക്കെ ചെറുതായിട്ടൊന്ന് മാറി കിട്ടും. കേരള, കർണാടക, തമിഴ്നാട് 3 സംസ്ഥാനങ്ങളുടെയും ഒരു ക്രോസ് ബോർഡർ പോയിന്റിലാണ് മുതുമലൈ ടൈഗർ റിസർവ്. അതുകൊണ്ട് തന്നെ ബന്ദിപ്പൂരും കബനിയും മുത്തങ്ങയും ഗൂഡല്ലൂരും ഊട്ടിയെല്ലാം ഇവിടെ അടുത്താണ്. അതുകൊണ്ട് മൃഗങ്ങളെ സ്പോട്ട് ചെയ്യാന്ന് പറയുന്നത് ഇവിടെ വലിയ പാടുള്ള പണിയല്ല. നമ്മൾ ബന്ദിപ്പൂർ റൂട്ടിൽ നിന്ന് മുതുമലൈ മസനഗുഡി സൈഡിലേക്ക് പോകുമ്പോൾ ആനകളും മാനും മയിലും കരടിയെല്ലാം വരെ റോഡിന്റെ സൈഡിൽ തന്നെ നിൽക്കുന്നത് കാണാം. പിന്നെ എന്തിനാണ് അധികം കാശ് ചെലവാക്കി വേറൊരു സഫാരി കാടിന്റെ അകത്തേക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നും. ഞാനെന്തായാലും സഫാരി ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അതുകൊണ്ട് ജീപ്പ് സഫാരി ചെയ്തിട്ടാണ് തിരിച്ചു പോയത്. അപ്പോഴാണ് ശരിക്കും മനസ്സിലായത് ഇത്രയും ആനകളുടെ ഒരു ഡെൻസിറ്റി പോപ്പുലേഷൻ വേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എവിടെ തിരിഞ്ഞാലും ആന. പിന്നെ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് കാടിന് മൊത്തം ഒരു പച്ച നിറവും ചെറിയ ചാറ്റൽ മഴയും, അതിൻ്റെ ഒപ്പം ഈ മൃഗങ്ങളും. ഒരു കാര്യം എനിക്ക് തോന്നിയത് മുതുമലയിലെ സഫാരി റൂട്ടിന് കുറച്ച് കൊടുക്കം കൂടുതലാണ്. കാടാണ്, ശരിയാണ്. പക്ഷെ മസനഗുഡിയിലെ മൃഗങ്ങളെ കൊണ്ട് നിറഞ്ഞ റോഡുകളും പിന്നെ ആനകളൊക്കെ ആയിട്ട് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മുതുമലൈ ടൈഗർ റിസർവ്. ബാംഗ്ലൂരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു ശനിയാഴ്ച രാവിലെ ട്രെയിനിൽ മൈസൂർ വന്നിട്ട് അവിടെ നിന്ന് ഒരു 2 വീലർ റെന്റിന് എടുത്തിട്ടാണ് മുതുമലയിലേക്ക് പോയത്. മൈസൂരിൽ നിന്ന് ഒരു 90-100 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ മസനഗുഡി വരെ. മൈസൂർ ഗുണ്ടൽപേട്ട് റോഡിൽ എവിടെ നോക്കിയാലും ഈ സൺഫ്ലവർ ഗാർഡൻ ആണ്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ടൈമിലാണ് ഇതിന്റെ മെയിൻ സീസൺ. അതുകൊണ്ട് എവിടെ തിരിഞ്ഞാലും ഹൈവേയുടെ സൈഡിൽ ഈ മഞ്ഞ കളറാണ്. നല്ല വെയിലായതുകൊണ്ടായിരിക്കും പൂക്കളെല്ലാം തലയെല്ലാം താഴ്ത്തി താഴത്തോട്ട് നോക്കി നിൽക്കാണ്. ഈ പൂക്കളൊക്കെ ഒരു സമയം കഴിയുമ്പോൾ വെട്ടിയെടുത്തിട്ട് അതിൽ നിന്ന് ഇതിന്റെ കായ എടുത്തിട്ടാണ് സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കുന്നത്. ഇതൊരു നല്ല ബിസിനസ്സും കൂടിയാണ്. കാരണം മിക്കയിടത്തും എൻട്രി ടിക്കറ്റ് എടുക്കണം. ഊട്ടി, ബന്ദിപ്പൂരെല്ലാം പോകുന്ന ആൾക്കാരെല്ലാം, പ്രത്യേകിച്ച് ഫാമിലീസൊക്കെ ഇവിടെ നിർത്തി ഫോട്ടോസ് എടുത്തിട്ടാണ് പോണത്. നമ്മളിപ്പോൾ നിൽക്കുന്നിടത്ത് ടിക്കറ്റ് ഒന്നും ഉണ്ടായില്ല. 2 അണ്ണന്മാരവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവര് കാറിപ്പൊക്കോളാൻ പറഞ്ഞു. കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ നിന്ന് ബന്ദിപ്പൂര് കവർ ചെയ്തിട്ടാണ് നമ്മൾ നേരെ തമിഴ്നാട്ടിലെ മുതുമലൈ ടൈഗർ റിസർവിലേക്ക് കയറണത്. ഇത് NH-181 റൂട്ടാണ്. ഈ റൂട്ടിലാണ് നമ്മൾ കൂടുതലും വൈൽഡ് ആനിമൽസിനെയൊക്കെ സ്പോട്ട് ചെയ്യണത്. ഇവിടുന്ന് ബന്ദിപ്പൂര് കൂടെ കുറച്ച് പോയി മൂലഹള്ളി ചെക്ക് പോസ്റ്റ് എത്തിയ പിന്നെ തമിഴ്നാടാണ് മുതുമലൈ ടൈഗർ റിസർവ്. സഫാരി എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് തപ്പേക്കാട് ജംഗ്ഷനിൽ നിന്നാണ്. അവിടെ നിന്ന് തിരിഞ്ഞ് 8 കിലോമീറ്റർ പോയാലാണ് മസിനഗുഡി. നമ്മളങ്ങനെ ഗുണ്ടൽപേട്ടിൽ നിന്ന് വന്നിട്ട് ബന്ദിപ്പൂർ ഫോറസ്റ്റിലേക്കുള്ള ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത് കുറച്ചകത്തേക്ക് കയറിയിട്ടേ ഉള്ളൂ. അപ്പൊ തന്നെ അതേ ലെഫ്റ്റ് സൈഡിൽ ദൂരെ ഒരു ആന. ഫോണിലാണ് ഷൂട്ട് ചെയ്യണേ, അതുകൊണ്ട് കാണാൻ പറ്റുമെന്നറിയില്ല. നീൽഗിരി എലിഫന്റ് കോറിഡോറിന്റെ ഭാഗമാണ് ഈ കാണുന്നതെല്ലാം. അതും കേരള, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ കാടുകളെല്ലാം കൂടി ഒന്ന് ഇന്റർസെക്ട് ചെയ്യുന്നൊരു ഏരിയ. ഈ റോഡെല്ലാം പണിയുന്നതിന് മുമ്പേ ഈ ആനകളെല്ലാം ഉപയോഗിച്ചിരുന്ന നടന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. നമ്മുടെ വാൽപ്പാറ, ആതിരപ്പള്ളി റോഡ് പോലെ തന്നെ ഇവിടെയും നൈറ്റ് ടൈം ഡ്രൈവിംഗ് ബാൻഡാണ്. 1799, 1800 സമയത്ത് ബ്രിട്ടീഷുകാർ ടിപ്പു സുൽത്താനെ ആംഗ്ലോ മൈസൂർ വാറിൽ തോൽപ്പിച്ചിട്ട് ഈ നീലഗിരി ഭാഗത്തിന്റെ കൺട്രോൾ ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് അവര് മൈസൂർ ഊട്ടി റോഡായിട്ട് ഇവിടെ മിലിറ്ററി ട്രേഡ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് റോഡ് പണിയാണ്. ഇന്ന് ഇത് കോയമ്പത്തൂർ ഗുണ്ടൽപേട്ട് മെയിൻ സ്ട്രെച്ച് ആണ്. 2010 NH-67 എന്നുള്ള പേര് മാറ്റി NH-181 ആക്കി. 1799 പണി തുടങ്ങിയെങ്കിലും 1820-70 സമയത്തൊക്കെയാണ് ഈ റോഡൊക്കെ ഒരു മോഡേൺ ടാർഡ് റോഡായിട്ട് മാറിയത്. ദേ വീണ്ടും ഒരാന.
ഈ ആനകളും മാനുകളും എല്ലാം ഈ റോഡ് സൈഡിലൊന്ന് മേയുന്നതിന്റെ മെയിൻ കാരണങ്ങളിലൊന്ന് ഇവിടുത്തെ പുല്ലാണ്. കുറച്ച് ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് കൂടുതൽ സൺലൈറ്റ് അടിച്ച് മഴ കഴിയുമ്പോൾ തന്നെ നല്ല ഫ്രഷ് പുല്ല് കിട്ടും. പിന്നെ ഇവിടെയാണെങ്കിൽ പുലിയുടെയും കടുവയുടെയൊക്കെ പ്രസൻസും കുറവായിരിക്കും. മുതുമലൈ ടൈഗർ റിസർവില് സഫാരി ചെയ്ത് സ്റ്റേ ചെയ്യാൻ പറ്റിയ സ്ഥലം മസനഗുഡിയാണ്. അതായത് ഏറ്റവും അടുത്തുള്ള ടൗൺ. സഫാരി പോയിന്റിൽ നിന്ന് ഒരു 7-8 കിലോമീറ്റർ ഉള്ളൂ ഇങ്ങോട്ട്. മുതുമലൈ ടൈഗർ റിസർവിന്റെ ഒരു എഡ്ജിലാണ് മസനഗുഡി എന്ന് പറയാം. കാടിന്റെ നടുക്കുള്ള ഒരു ചെറിയ ടൗൺ. പക്ഷെ ഊട്ടിയിൽ നിന്നൊക്കെ ശരിക്കും താഴെ ചെയ്തുകൊണ്ട് ഇവിടുത്തെ വെതർ മിക്കപ്പോഴും നല്ലതായിരിക്കും. അതായത് വലിയ തണുപ്പൊന്നും ഉണ്ടാവില്ല. മസിനഗുഡി മുതുമലൈ ഏരിയയിൽ 320-ന് മുകളിൽ ബേർഡ് സ്പീഷീസ് ഉണ്ടെന്നാണ് കണക്ക് പറയുന്നത്. ഒക്ടോബറൊക്കെ കഴിഞ്ഞാൽ മൈഗ്രേറ്ററി ബേർഡ്സ് ഒക്കെ വരുന്ന ഒരു മെയിൻ സ്പോട്ടാണിത്. ഇന്ത്യൻ ബ്ലൂ റോബിനും ഗ്രീനിഷ് ഫാബ്ലറും കോമൺ റോസ് ഫിഞ്ചും അതേപോലെ അൾട്രാമറൈൻ ഫ്ലൈ കാച്ചറൊക്കെ ഇവിടെ മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന പക്ഷികളാണ്. നേരത്തെ പറഞ്ഞതുപോലെ മുതുമലൈ സഫാരി പോയിന്റ്, അതായത് തപ്പേക്കാട് സഫാരി പോയിന്റ് മസനഗുഡിയിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ ഈ റോഡും ഫോറസ്റ്റ് സോണിലാണ് സ്ഥിതി ചെയ്യുന്നത്. മുതുമലയിൽ പല സഫാരികൾ അവൈലബിൾ ആണ്. ഗവൺമെന്റിന്റെ ബസ് സഫാരി, ജിപ്സി സഫാരി, പിന്നെ നമ്മളെടുക്കുന്നത് ബൊലേറോ ക്യാമ്പർ സഫാരി. പിന്നെ പ്രൈവറ്റ് റിസോർട്ടുകളിൽ നിന്ന് ജീപ്പ് സഫാരികളുണ്ട്. അതേപോലെ തപ്പേക്കാട് എലിഫന്റ് ക്യാമ്പും ഈ സഫാരി പോയിന്റിന് അടുത്ത് തന്നെയാണ്. 1940-ലാണ് മുതുമലൈ ഫോറസ്റ്റ് ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത്. എല്ലാം കഴിഞ്ഞ് 2007-ലാണ് പ്രൊജക്ട് ടൈഗർ സ്കീമിൽ പെടുത്തിയിട്ട് ടൈഗർ റിസർവ് ആക്കി മാറ്റിയത്. നമ്മുടെ പെരിയാർ ടൈഗർ റിസർവ് ആയത് 1978-ലാണ്. ഏഷ്യൻ എലിഫൻസിന്റെയും പിന്നെ ബംഗാൾ ടൈഗറിന്റെയും ലെപ്പേർഡ്സിന്റെ ഒക്കെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രസൻസ് ഉള്ള ഒരു ഏരിയയാണ് ഈ മുതുമലൈ ബന്ദിപ്പൂരെല്ലാം. ഇത് പല പല കാടുകളുടെ ഒരു മീറ്റിംഗ് പോയിന്റും കൂടിയാണെന്ന് ഓർക്കണം. പിന്നെ മോയാർപ്പുഴ ഈ സ്ഥലത്ത് കൂടി തന്നെയാണ് ഒഴുകണം. അതുകൊണ്ടും കൂടിയായിരിക്കും നമ്മൾ കൂടുതൽ മൃഗങ്ങളെ ഈ ഭാഗത്ത് സ്പോട്ട് ചെയ്യുന്നത്. ദേ ഒരു മയില് റോഡിന്റെ നടുക്ക്. പിന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും റോഡ് മൊത്തം നല്ല തിരക്കാണ്. ഇതിൽ കൂടുതൽ പേരും മസനഗുഡി ഊട്ടി ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. നമ്മൾ മസനഗുഡിയിൽ നിന്ന് തിരിച്ച് മുതുമലയിലേക്ക് പോവാണ്. പറഞ്ഞു വന്നത് മുതുമലൈ ടൈഗർ റിസർവിനെ പറ്റി തന്നെയാണ്. തമിഴ്നാട്ടിലെ നീൽഗിരി ജില്ലയിൽ 321 സ്ക്വയർ കിലോമീറ്ററിലാണ് മുതുമലൈ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത്. ജൂൺ സെപ്റ്റംബർ ആണ് ഇവിടെ മഴക്കാലം. പക്ഷെ ഭാഗ്യത്തിന് ഇന്ന് വലിയ മഴയൊന്നുമില്ല. കബനി ബന്ദിപ്പൂരൊക്കെ കുറച്ചും കൂടി ഒരു ലക്ഷറി സഫാരി ആണെന്ന് പറയാം. ഇവിടെ കുറച്ചും കൂടി അഫോർഡബിൾ ആണ്. ജയലാറിന്റെ സഫാരി ആണല്ലോ കർണാടകയിൽ കൂടുതലും. ഞാൻ ഈ ആഴ്ച നോക്കിയപ്പോൾ കബനിയിൽ ഒരു നൈറ്റ് സഫാരി ആൻഡ് സ്റ്റേക്ക് 12,000 രൂപയാണ് ഒരാൾക്ക് ചാർജ്. അത് പക്ഷെ സ്റ്റേയും ഫുഡും 2 സഫാരിയും എല്ലാം കൂടിയാണ്. അതുപോലെ മുതുമലൈ ടൈഗർ റിസർവിലെ സഫാരി 1 മണിക്കൂറാണ്. അതുകൊണ്ട് 2 സഫാരി ഒക്കെ എടുത്താലായിരിക്കും ചിലർക്കെങ്കിലും സാറ്റിസ്ഫാക്ഷൻ ഒക്കെ തോന്നുള്ളൂ. പക്ഷേ ഈ സഫാരി സെന്ററിൽ നിന്നാൽ തന്നെ നമുക്ക് ആനകളെ മാനുകളെ ശരിക്കും കാണാം.
ഞാൻ ബുക്ക് ചെയ്തത് ബൊലേറോ ക്യാമ്പർ സഫാരി എന്ന് പറഞ്ഞല്ലോ. വൈകിട്ട് 5 മണി മുതൽ 6 മണി വരെ 1 മണിക്കൂർ സഫാരി. തപ്പേക്കാട് എലിഫന്റ് ക്യാമ്പിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ സഫാരി പോയിന്റ്. 2 പേർക്ക് 4500 രൂപയാണ് ചാർജ്. നമ്മളങ്ങനെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് മുതുമലൈ ബന്ദിപ്പൂർ റൂട്ടിൽ കുറച്ച് പോയിട്ടാണ് കാടിൻ്റെ അകത്തേക്ക് കയറുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ റോഡിൻ്റെ സൈഡിൽ നിന്ന് മാറി കുറച്ച് അകലെയായിട്ട് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. മുതുമലൈ ടൈഗർ റിസർവ് നീൽഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമാണല്ലോ. നമ്മുടെ വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയും സൈലന്റ് വാലിയും ബന്ദിപ്പൂരും നാഗർഹോളും എല്ലാം ഇതിന്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് ഏഷ്യൻ എലിഫൻസിന്റെ ഏറ്റവും വലിയൊരു കണക്റ്റഡ് ഹാബിറ്റാറ്റ് ആണിത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബൊലേറോ ക്യാമ്പറിൽ ഇരിക്കണത്. നമ്മൾ ബാക്കിൽ ഇരിക്കുമ്പോൾ ഒരു വ്യൂ ഇങ്ങനെയാണ്, കംപ്ലീറ്റ് ഓപ്പൺ അല്ല. നമ്മൾ 2 പേരേ ഉള്ളൂ. വേണമെങ്കിൽ മിഡിൽ സീറ്റിലോ അല്ലെങ്കിൽ ഫ്രണ്ട് സീറ്റിൽ ഡ്രൈവറുടെ ഒപ്പം പോയിരിക്കാം. പക്ഷേ ബാക്കിലാണ് വ്യൂ. പക്ഷെ നല്ല കൊടുക്കുമായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ മുതുമലൈ സഫാരി റൂട്ട് കുറച്ചും കൂടി റഫ് ആൻഡ് ടഫാണ്. പിന്നെ മഴയും കൂടി ആയതുകൊണ്ട് ചെളിയും. പക്ഷേ ഈ വണ്ടി ഒരു വർക്ക് ഹോഴ്സാണ്, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെല്ലാം. ഇതിൻ്റെ ഷാസി നമുക്കറിയാം, ലാഡ് ഫ്രെയിമാണ്. അതുകൊണ്ട് കല്ലും മുള്ളടിയൊന്നും വണ്ടിക്ക് പ്രശ്നമല്ല. പിന്നെ എനിക്ക് തോന്നുന്നു മാരുതി ജിപ്സിക്ക് മെയിൻ്റനൻസ് ഒക്കെ കുറച്ചും കൂടി കൂടുതലായിരിക്കും. നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് ഒരാൾ ഒറ്റയ്ക്ക് റോഡിൻ്റെ സൈഡിൽ നിൽപ്പുണ്ട്. ഒരു ആവറേജ് 8, 9, 10, 12 വയസ്സൊക്കെ ആകുമ്പോഴാണ് സാധാരണ മെയിൽ ആനകൾ അവരുടെ ഹേർഡ് വിട്ട് ഒറ്റയ്ക്ക് പോകുന്നത്. പിന്നെ ഒറ്റയ്ക്കുള്ള ജീവിതം. ചില മെയിൽസൊക്കെ വേറെ കുറച്ച് മെയിൽസിൻ്റെ ഒപ്പം കൂടി ബാച്ചിലർ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ജീവിക്കേണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അത് കൂടുതലും കണ്ടിട്ടുള്ളത് ആനിമൽ പ്ലാനറ്റിൽ ആഫ്രിക്കൻ എലിഫൻസിനെ കാണിക്കുമ്പോഴാണ്. ശരിക്കും നമ്മുടെ നാട്ടിലുള്ള ആനകളൊക്കെ മിക്കപ്പോഴും തേച്ചൊരച്ച് കുളിപ്പിച്ച് നിർത്തണമുണ്ട്. അവരുടെ ഡീപ്പ് പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ തുമ്പിക്കായൻ്റെ ഫ്രണ്ടിലുള്ള ചെറിയ ഓറഞ്ച് അല്ലെങ്കിൽ പിങ്ക് കളറില്ലേ, അത് തെളിഞ്ഞ് കാണാൻ പറ്റും. ശരിക്കും ഈ കാട്ടാനകൾക്കും അത് മിക്കപ്പോഴും ഉണ്ടെന്നാണ് പറയണത്. പക്ഷെ അവർ മണ്ണും ചെളിയൊക്കെ വാരിപ്പൊത്തി നടക്കണോണ്ട് നമുക്കങ്ങനെ കാണാൻ പറ്റൂല. നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയിലെ ഹിന്ദിക്കാരൻ ചേട്ടൻ ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടാണ് സഫാരി 5:15 സ്റ്റാർട്ട് ചെയ്തത്. അല്ലെങ്കിൽ ഇനിയും വൈകിയാനെ. 4 മണിക്ക് കുറച്ച് നേരത്തെ ആയിക്കോട്ടെ എന്ന് കരുതിയ റിസപ്ഷൻ സെന്ററിൽ വന്നിരുന്നതാണ്. പക്ഷെ ക്യാമ്പർ രണ്ടും വന്നിട്ടുണ്ടായില്ല. മഴക്കാലത്ത് കാട് കാണാൻ നല്ല ഭംഗിയാണ്. കാടെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഈ പച്ചപ്പും മരങ്ങളും ഒക്കെ തന്നെയല്ലേ ഓർമ്മ വന്നെ. ഈ റോഡും ഈ വണ്ടികളും ഒന്നും ഇവിടെ ഇല്ലായിരുന്നു എന്നൊന്ന് ഇമാജിൻ ചെയ്താൽ അതിന് കുറച്ചും കൂടി ഒറിജിനാലിറ്റി വരുമെന്ന് മാത്രം. നമ്മൾ സമ്മർ ടൈമിലാണ് ഈ കാടുകളിലൊക്കെ ഒരു സീസൺ എന്ന് പറയുന്നത്. കാരണം അപ്പോൾ ആനിമൽസിനെയൊക്കെ കുറച്ചും കൂടി ഈസി ആയിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റും. ഈ ഇലകളൊന്നും ഇവിടെ ഉണ്ടാവില്ല, മൊത്തം ഒരു ഗോൾഡൻ കളറായിരിക്കും. ശരിക്കും വേനൽക്കാലത്ത് മരങ്ങൾ ഇലകളൊക്കെ പൊഴിക്കുന്നത് വെള്ളം ശേഖരിച്ച് വെക്കാനാണ്. അത് കഴിഞ്ഞ് മഴ വരുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് വീണ്ടും ഇലകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും, അതും നല്ല വേഗത്തിൽ. അതുകൊണ്ടും കൂടിയാണ് നമ്മൾ കൂടുതൽ ആനകളെയും പുള്ളിമാനുകളെയൊക്കെ കാണുന്നത്. കാരണം ഇവർക്ക് എവിടെ നോക്കിയാലും ഇപ്പോൾ ഫ്രഷ് ഫുഡാണ്. നടക്കുന്നതും ഉറങ്ങുന്നതും എല്ലാം ഫുഡിൽ തന്നെ. അതുകൊണ്ട് ഇവർ ഈസി ആയിട്ട് നടന്ന് നടന്ന് സ്പ്രെഡ് ആകും. പക്ഷെ അതേസമയം പുലീനെയും കടുവയിലെന്നെ സ്പോട്ട് ചെയ്യാൻ കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിരിക്കും. ഇതേ ഒരു അമ്മയും കുഞ്ഞും. ക്യാമറയിൽ ആനക്കുട്ടീനെ കാണാൻ പറ്റുന്നുണ്ട് തോന്നുന്നില്ല, പക്ഷെ അമ്മയുടെ കൂടെ തന്നെ ഉണ്ട് കുട്ടി. ആനയുടെ ഓർമ്മശക്തിനെ കുറിച്ച് നമുക്കറിയാലോ. വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ പോലും ഇത്രയും വലിയ തലച്ചോറായതുകൊണ്ട് അത് കൊണ്ടു നടക്കാനും ഓർക്കാനും അവർക്ക് പറ്റും.
അതുകൊണ്ട് ഒരു വാട്ടർ ഹോൾ അല്ലെങ്കിൽ വെള്ളമുള്ള സ്ഥലമൊക്കെ അതിൽ പോകുന്ന റൂട്ടെല്ലാം ആനയ്ക്ക് നല്ല ഓർമ്മയുണ്ടാവും. പിന്നെ ആനകളുടെ ഹേർഡിൽ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ എപ്പോഴും ഒരു മാട്രിയാർച്ച് ഉണ്ടാവും. മിക്കപ്പോഴും അത് നമ്മുടെയൊക്കെ അമ്മൂമ്മമാരെ പോലെയുള്ള ഒരാളായിരിക്കും. വർഷങ്ങൾ ഈ കാട്ടിൽ കൂടെ നടന്ന് ജീവിച്ച് അവർക്ക് ഇതൊക്കെ നല്ല ഓർമ്മയുണ്ടാവും. അവരാണ് വേണമെങ്കിൽ ഫാമിലിയുടെ ഒരു GPS എന്ന് പറയാം. ഞാനിത് പറയാൻ കാരണം വേറൊന്നുമല്ല, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഈ മാനുകളും ആനകളും കടുവകളൊക്കെ ഈ കാട്ടിൽ കൂടെ എത്ര സഞ്ചരിക്കണം. കാട് നമുക്ക് കാണാൻ എല്ലാ മൂലയും സത്യം പറഞ്ഞ ഒരേപോലെ ഇരിക്കും. അപ്പോൾ ഇവരെങ്ങനെ ഇവിടുത്തെ ഡയറക്ഷനൊക്കെ മനസ്സിലാക്കും? ഇവരുടെയൊക്കെ തലയിൽ ഈ ഗൂഗിൾ മാപ്പിൻ്റെ പോലെ ഒരു വൈൽഡ് ലൈഫ് വേർഷൻ ഉണ്ടെന്നുള്ളതാണ് സത്യം. നമ്മളീ കാണുന്നത് ജസ്റ്റ് ഒരു അമ്മയും കുഞ്ഞുമാണ്. അതിന് പല കാരണങ്ങളുണ്ടാവും. ഈ ആനകൾ നമ്മൾ വിചാരിക്കുന്നതിലും ഇൻ്റലിജൻസ് ഉള്ളവരാണ്. ചില അമ്മമാർ കുഞ്ഞുങ്ങൾ ജനിച്ച് കുറച്ച് ദിവസം ഒറ്റയ്ക്ക് അവരോടൊപ്പം നടക്കും. നടപ്പൊക്കെ ഒന്ന് സ്റ്റഡിയായി കുഞ്ഞുങ്ങളൊന്ന് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ തിരിച്ച് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും. പിന്നെ പറയാൻ പറ്റൂല, ചിലപ്പോൾ ഇവരുടെ മെയിൻ ഗ്രൂപ്പ് അടുത്ത് തന്നെ ഉണ്ടാവും, പക്ഷെ നമുക്ക് കാണാൻ പറ്റത്തില്ല എന്ന് മാത്രം. ഈ മയിലുകളെ കൂടുതലും മെയിൽസിലാണ് സ്പോട്ട് ചെയ്യാറ്. അത് എന്താണെന്ന് എനിക്കറിയില്ല. ഇത് ജുവനൈൽസ് ആണ്, അതായത് യങ് ആയിട്ടുള്ള മെയിൽസ്. അതുകൊണ്ടാണ് വാല് കുറച്ച് ചെറുത്. ഒരു 3 വയസ്സൊക്കെ ആകുമ്പോഴാണ് മയിലുകൾക്ക് വാല് ശരിക്കും വലുതായിട്ട് വന്നത്. മയിലുകൾ 15-20 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കുമെന്ന് നമ്മുടെ ഈ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഈ പുള്ളിമാനുകളെ കാണാനായിട്ട് നമ്മൾ സഫാരി എടുത്ത് കാടിൻ്റെ വരേണ്ട കാര്യമൊന്നുമില്ല. റോഡ് സൈഡിൽ മൊത്തം ഇവരാണ്. നേരത്തെ പറഞ്ഞതുപോലെ മഴ തുടങ്ങിയ പുതിയ ഇലകളെല്ലാം പുറത്തേക്ക് വരുമല്ലോ. എനിക്ക് തോന്നുന്നു അതിനെന്തോ പ്രത്യേക ടേസ്റ്റാണെന്ന്. കാരണം ഈ സമയങ്ങളിലാണ് ഇവരെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്. പിന്നെ പുഴയും ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് വെള്ളത്തിനും പ്രശ്നമൊന്നുമില്ല. നമ്മുടെ പെരിയാറിൽ ഈ പുള്ളിമാനെ അങ്ങനെ കാണാറില്ല. ഓൾമോസ്റ്റ് എല്ലായിടത്തും നോക്കിയാലും നമ്മൾ കാണുന്നത് സാമ്പാർ ഡിയറിനെയാണ്, അല്ലെങ്കിൽ മ്ലാവ്. പക്ഷെ ഇവിടെ വന്നാൽ നേരെ തിരിച്ചും, മ്ലാവിനെ നമ്മളങ്ങനെ കാണില്ല, പക്ഷെ എവിടെ നോക്കിയാലും പുള്ളിമാൻ. പക്ഷെ ആലോചിച്ചാൽ മനസ്സിലാവും, ഈ മുതുമലൈ, ബന്ദിപ്പൂരും നാഗർഹോളും നമ്മുടെ പെരിയാറും എല്ലാം വെസ്റ്റേൺ ഘാറ്റ്സിൽ തന്നെയാണ്, പശ്ചിമഘട്ടത്തിൽ തന്നെയാണ്. എനിക്ക് മനസ്സിലായത് അതിൻ്റെ മെയിൻ ഒരു റീസൺ ആൾട്ടിറ്റ്യൂഡ് തന്നെയാണ്, ഉയരം. ഈ പുള്ളിമാനുകളെ കൂടുതലും കാണുന്നത് കുറച്ച് താഴ്ന്ന പ്രദേശങ്ങളിലായിരിക്കും. നമ്മൾ പെരിയാറിൽ ട്രെക്കിങ്ങിനൊക്കെ പോകുമ്പോൾ മിക്കപ്പോഴും പരന്ന പ്രദേശങ്ങളാണെന്ന് തോന്നുമെങ്കിലും ബോർഡർ ഹൈക്കിങ്ങിനും അതേപോലെ വള്ളക്കടവ് ജംഗിൾ ക്യാമ്പിലൊക്കെ പോകുമ്പോൾ മനസ്സിലാവും, ശരിക്കും നമ്മൾ നല്ല ഉയരത്തിലാണ്, അതും ഇടുക്കിയിലാണ്. പെരിയാറിൻ്റെ ഒരു ആവറേജ് ആൾട്ടിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ അത് 1000-1800 മീറ്റർ ആണ്. പക്ഷെ അതേസമയം ബന്ദിപ്പൂരും മുതുമലയൊക്കെ ഒരു ആവറേജ് 800-900 ആൾട്ടിറ്റ്യൂഡിൽ കുറച്ച് താഴ്ന്ന പ്രദേശങ്ങളിലാണ്. അതുപോലെ മ്ലാവുകളെ നമ്മളിങ്ങനെ ഓപ്പൺ പ്രദേശങ്ങളിൽ കാണുന്നത് കൂടുതലും ഈവനിങ് സമയങ്ങളിലായിരിക്കും. കൂടുതലും അവർ ഉൾക്കാടുകളിലായിരിക്കും ഡേ ടൈമിലൊക്കെ. പെരിയാർ ഏരിയയൊക്കെ അതിന് ബെസ്റ്റാണ്. അതേസമയം ഈ പുള്ളിമാനുകൾ കൂടുതൽ സമയം ഇങ്ങനെ ഓപ്പൺ പ്രദേശങ്ങളിൽ കാണാം.
ഈ ക്യാമ്പറിന്റെ ബാക്കിലിരുന്നുള്ള കുടുക്കത്തിന്റെ കാര്യം ഞാൻ വെറുതെ പറഞ്ഞല്ല കേട്ടോ. മുതുമലയിൽ ഇങ്ങനെയാണ്. വണ്ടിയുടെ കുഴപ്പമില്ല. ഒന്ന്, നമ്മുടെ വെസ്റ്റേൺ ഗാറ്റ്സ് പശ്ചിമഘട്ടം നമുക്കറിയാം, മഹാരാഷ്ട്രയിൽ തുടങ്ങി കേരളം വരെ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. അവിടെയാണ് ഈ നാഗർഹോളും നീൽഗിരിയും നമ്മുടെ പെരിയാറും എല്ലാം. പക്ഷെ മുതുമലയിൽ ഒരു പ്രത്യേകതയുണ്ട്. ഈ വെസ്റ്റേൺ ഗാറ്റ്സ് വന്നിട്ട് ഈസ്റ്റേൺ ഗാറ്റ്സ് ആയിട്ട് ജോയിൻ ചെയ്യും. ആദ്യം എനിക്ക് ഒരു വണ്ടറായിരുന്നു ഇത് വായിച്ചപ്പോൾ. പക്ഷേ മാപ്പ് എടുത്ത് വെച്ച് നോക്കിയപ്പോൾ മനസ്സിലായി ഈസ്റ്റേൺ ഗാറ്റ്സ് ഒഡീസയിൽ നിന്ന് ആന്ധ്രാപ്രദേശ് വഴി തമിഴ്നാട് കയറി ഇവിടെ വന്ന് മുതുമലയായിട്ട് ജോയിൻ ചെയ്യും. മാപ്പ് എടുത്ത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഈ റെഡായിട്ടുള്ള എല്ലാ മൗണ്ടൻസിൻ്റെയും ഒരു മീറ്റിംഗ് പോയിന്റ് ആണിത്, അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു തരത്തിൽ നോക്കിയാൽ നല്ലതാണ്. കുടുക്കമൊക്കെ ഉള്ളതുകൊണ്ട് വണ്ടികൾ പതുക്കെ പോവുള്ളൂ. ബന്ദിപ്പൂരൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, അവിടെ ഒരു കടുവേനെ സ്പോട്ട് ചെയ്തു എന്ന് ഏതെങ്കിലും ഒരു ഡ്രൈവർക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ പിന്നെ ഒരു പറപ്പിക്കലാണ്. കുറച്ചും കൂടി വന്നപ്പോൾ നമ്മുടെ മുമ്പിൽ പോയ ക്യാമ്പറും ഒരു ബസ്സും നിർത്തിയിട്ടേക്കാനുണ്ട്. ആനയുടെ ഒരു ഹേർഡ് ഉണ്ട് കുറച്ച് ദൂരെ. ആനയ്ക്ക് ഇവിടെ ഒരു കുറവില്ലാന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല കേട്ടോ. നേരത്തെ പറഞ്ഞ പ്രായം കൂടിയ ഫീമെയിൽ അല്ലെങ്കിൽ മേട്രിയാക്കിന് ഇതിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ ബന്ദിപ്പൂർ, മുതുമലൈ, വയനാടും തമ്മിൽ പ്രത്യേകിച്ച് ഒരു ബാരിയർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇവരിങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നു. ഇടയ്ക്ക് നമ്മളൊക്കെ സഫാരി ചെയ്യാൻ വരുന്നതുകൊണ്ടുള്ള ചെറിയ ശല്യങ്ങൾ മാത്രമേ ഉള്ളൂ. 2017 ഓൾ ഇന്ത്യ എലിഫന്റ് സെൻസസ് അനുസരിച്ച് തമിഴ്നാട്ടിൽ 2791 ആനകളാണുള്ളത്. ഈ മുതുമലൈ, സത്യമംഗലം, നീൽഗിരി ബെൽറ്റിലാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ. പിന്നെ പറയുന്ന കണക്കിൽ നമ്മൾ തമിഴ്നാടെന്നൊക്കെ പറയുമെങ്കിലും കർണാടകയിലെ ബന്ദിപ്പൂരും കേരളത്തിലെ വയനാടും എല്ലാം കാടുകളായിട്ട് ഇങ്ങോട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ഇന്ന ആന ഇന്ന സ്റ്റേറ്റിലെ എന്നെങ്ങനെ പറയും എന്നെനിക്കറിയില്ല. അണ്ണനോട് ഞാൻ തമിഴിലും മലയാളത്തിലും കന്നഡയിലൊക്കെ പറഞ്ഞു നമുക്ക് ബാക്കിൽ തന്നെ നിൽക്കാം, ഫ്രണ്ടിൽ വന്ന് കയറണ്ടെന്ന്. പക്ഷെ അണ്ണൻ പറഞ്ഞു നമുക്കിനി 10-15 മിനിറ്റും കൂടെ ഉള്ളൂ, കുറച്ച് ദൂരം കൂടി പോകാനുണ്ട്, അതുകൊണ്ട് നമുക്ക് പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ വന്നേക്കണത് ഇഷ്ടപ്പെടാത്ത ഒരാളുടെ മുമ്പിലും നിൽക്കുകയാണ്. പിന്നെ ഇവർക്കൊക്കെ ഒരു റൂട്ട് ഉണ്ടെന്നുള്ള സത്യമാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. ചില പൂച്ചകൾ, സ്പെഷ്യലി ആൺപൂച്ചകൾ, ഒരു ദിവസത്തിൽ മിക്കപ്പോഴും സെയിം സമയത്താണ് ഫുഡ് അടിക്കാൻ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അല്ലാതെ തോന്നുന്ന സമയത്തായിരിക്കില്ല. എല്ലാ പൂച്ചകളുടെ കാര്യമല്ല പറഞ്ഞത്, പക്ഷേ മെജോറിറ്റി അവരുടെ ഒരു ഡെയിലി പെട്രോളിങ്ങിന്റെ ഭാഗമായിട്ട് സെയിം സ്പോട്ടിൽ സെയിം സമയത്ത് അടുത്ത ദിവസം വരുന്നതാണ്. പിന്നെ ഈ കാടിൻ്റെ അകത്ത് അവരുടെ ഓർമ്മശക്തിയുടെ കാര്യം പറഞ്ഞില്ലേ, ഈ പുലിയുടെയും കടുവയുടെ കാര്യം നമുക്കറിയാം. ടെറിട്ടറി മാർക്കിംഗ് ആണ് അവരുടെ മെയിൻ. അതുകൊണ്ട് ഒരു ഏരിയ, അവരുടെ ടെറിട്ടറി അവർക്ക് നല്ല പരിചയമായിരിക്കും.
പിന്നെ ടെറിട്ടറി മാർക്ക് ചെയ്യുന്നത് മറ്റ് കടുവകൾക്കോ പുലികൾക്കോ വേണ്ടി മാത്രമല്ല, അത് മാർക്ക് ചെയ്യുന്ന ആൾക്കും അതൊരു സൈൻ പോസ്റ്റ് പോലെ ആയിരിക്കും. അതുപോലെ ഈ ആനകൾക്കും മാനുകൾക്കും ഒക്കെ അവരുടെ കാടിനെ അല്ലെങ്കിൽ നാടിനെ ശരിക്കും അറിയാം. നമുക്കിത് ചെറിയൊരു 1 മണിക്കൂർ സഫാരി, അവർക്ക് ഇതാണ് ജീവിതം. സഫാരി ഞാൻ പറഞ്ഞതുപോലെ 1 മണിക്കൂറേ ഉള്ളൂ. കടുവേനെ പുലിയൊന്നും കണ്ടില്ലെങ്കിലും മഴയത്ത് ഈ കാട്ടിൽ ഇങ്ങനെ പോകാൻ തന്നെ നല്ലൊരു സുഖമാണ്. സെർപ്പൻറ്റീകളിനെ പലയിടത്തായിട്ട് കണ്ടെങ്കിലും ഞാൻ ഈ നിക്കോണിൻ്റെ 250mm ലെൻസ് കൊണ്ടാണ് വന്നത്. അതുകൊണ്ട് ദൂരെ ഉള്ളതൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ തിരിച്ച് നമ്മൾ സഫാരിയുടെ സ്റ്റാർട്ടിങ് പോയിന്റിലെത്തി. അപ്പോൾ അതേ അവിടെ വേറൊരു കൊമ്പൻ. പക്ഷേ ഈ ആന ഇവിടുത്തെ തപ്പേക്കാട് എലിഫന്റ് ക്യാമ്പിലെ ആനയാണ്. right behind our stairs. 1910 ബ്രിട്ടീഷുകാർ ക്യാപ്റ്റീവായിട്ടുള്ള ആനകളെയൊക്കെ വെച്ച് തുടങ്ങിയ ഒരു ക്യാമ്പാണിത്. അത് ക്യാപ്റ്റീവായിട്ടുള്ള ആനകളെ ട്രെയിൻ ചെയ്ത് ഫോറസ്റ്റ് പട്രോളിങ്ങിനും തടിപ്പണിക്കും ഒക്കെ വേണ്ടിയിട്ടായിരുന്നു. ഇന്ന് തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മുതുമലൈ ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ട് അത് നോക്കിക്കൊണ്ടിരുന്നു. നമ്മളങ്ങനെ സഫാരി കഴിഞ്ഞ് തിരിച്ച് മസനഗുഡിയിലെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുതുമലയിൽ നമ്മൾ സഫാരിക്ക് ടിക്കറ്റ് ഒന്നും എടുത്ത് കയറിയില്ലെങ്കിലും മാനിനെയും മയിലിനെയും അതേപോലെ ആനകളെയൊക്കെ നമുക്ക് റോഡ് സൈഡിൽ തന്നെ കാണാം. ഇനി ഇതൊന്നും കണ്ടില്ലെങ്കിലും ഈ റോഡിൽ കൂടെയുള്ള ഒരു ഡ്രൈവ് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നൊരു കാര്യം എനിക്ക് തോന്നുന്നത്, വാൽപ്പാറ ആതിരപ്പള്ളി വാൽപ്പാറ റൂട്ടിലൊക്കെ ബൈക്കിൽ സോളോ ഓടിക്കാൻ നല്ല താല്പര്യമുള്ളവരുണ്ടാവും. എന്നാൽ കുറച്ച് മടിയും കുറച്ച് പേടിയും ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് സത്യം പറഞ്ഞ ഒരു ട്രയൽ അടി ആയിരിക്കും ഇത്. കാരണം നമ്മുടെ വാൽപ്പാറ റൂട്ടിൽ അത്ര ഒരു ഭീകരത ഇവിടെ ഇല്ല. കുറച്ചും കൂടി വെളിച്ചവും അതേപോലെ കുറച്ചും കൂടി വൈഡായിട്ടുള്ള കേർവുകളാണ് ഇവിടെ. പിന്നെ അത് കൂടാതെ എപ്പോഴും വണ്ടികളും ആൾക്കാരും ഉണ്ടാവും. നമ്മളങ്ങനെ തിരിച്ച് മസനഗുഡിയിലെ റൂമിലേക്ക് പോകാൻ നേരത്ത് കുറച്ച് സന്ധ്യയായി. അപ്പോൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു കരടി നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഫ്രണ്ടിൽ പോയ കാറുകാരെല്ലാം കൂടി ലൈനായിട്ട് അങ്ങോട്ട് നിർത്തി. കാരണം അവർക്ക് സേഫായിട്ട് അതിനകത്തിരുന്ന് ഫോട്ടോ എടുക്കാമല്ലോ. പക്ഷെ 2 വീലേഴ്സ് എല്ലാം പെട്ടു. എൻ്റെ പില്യൻ എടുത്ത വീഡിയോ ഉണ്ട്. പക്ഷേ അതിനകത്ത് ഹോണടിയും ഒച്ചപ്പാടൊന്നും കേട്ടൊന്നും വിചാരിക്കരുത്. ബാക്കിലുള്ള ചേട്ടന്മാരൊക്കെ പോകാൻ വേണ്ടി ഹോണടിക്കുന്നതാണ്. Why is the car not moving? Yeah, I'm looking at the bear, I guess. Wow. ഫ്രണ്ടിലേക്ക് കിടന്ന് എല്ലാവരെയും ബ്ലോക്ക് ആക്കിയ വെള്ളക്കാരൻ്റെ നമ്പറൊക്കെ എടുത്ത് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. കാരണം ബേസിക്കലി നമ്മൾ ഈ കാട്ടിൽ നിർത്താൻ പാടില്ല. അതും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിർത്തിയാൽ അതെല്ലാവരെയും ഡേഞ്ചറിലാക്കുന്ന പരിപാടിയല്ലേ. അതുകൊണ്ടാണ്. പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോയെന്നറിയില്ല. എന്തായാലും മുതുമലൈ സഫാരി കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് പിറ്റേ ദിവസം മൈസൂർ പോയി. അവിടെ നിന്ന് ബാംഗ്ലൂർക്ക് ട്രെയിനിലും പോയി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.